ചേട്ടാ, ഇവിടെ ആർക്കാണ് ജനസാധ്യത? ഇവിടെ എപ്പോഴും ശോഭ ചേച്ചിയെ വരുള്ളൂ. ശോഭ ചേച്ചി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒത്തിരി ഉണ്ടാവും. ഞാൻ എന്താ പറയുന്നത്, BJP തന്നെ. BJPക്കാണ് കൂടുതൽ. ശോഭ സുരേന്ദ്രനാണ്. BJP വരുന്നതാണ് എല്ലാവർക്കും ഒരു BJP വരും. ശോഭാ സുരേന്ദ്രൻ BJPയുടെ നല്ല സ്ഥാനാർത്ഥി തന്നെയാണ്. BJPക്ക് തന്നെ ആയിരിക്കും. ഇവിടെ വരുന്നത് ശോഭ ചേച്ചി തന്നെ, അതൊരു മാറ്റമില്ല. നമസ്കാരം. പാലക്കാടൻ മണ്ഡലത്തിൽ ഇലക്ഷൻ ചൂട് കനക്കുകയാണ്. ആർക്കാണ് ഈ മണ്ഡലത്തിൽ മേൽക്കൈ? ശോഭാ സുരേന്ദ്രനോ, NMR റസാഖിനോ, രമേശ് പിഷാരടിക്കോ? ജനങ്ങളോട് ചോദിക്കാം. BJP വരും. മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ? മാറ്റം കൊണ്ടുവരാൻ. അല്ല, ഇവിടെ എപ്പോഴും ശോഭ ചേച്ചിയെ വരുള്ളൂ, അതിലൊരു മാറ്റമില്ല. NMR റസാഖിനെ നിർത്തിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ വരുന്നത് ശോഭ ചേച്ചി തന്നെ, അതൊരു മാറ്റമില്ല. എന്ന് വെച്ചാൽ ശോഭ ചേച്ചി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒത്തിരി ഉണ്ടാവും. പ്രാവശ്യം മാറ്റി കൊടുക്കാതെ കൊണ്ടാണ് BJPക്ക് മാറ്റി കൊടുക്കാറുണ്ട്. എല്ലാ പ്രാവശ്യം കൊടുക്കണ്ടല്ലോ. പ്രാവശ്യം അവർ കൊടുത്തിട്ട് നോക്കാം, എന്ത് ചെയ്യും നോക്കാം. അവരും കാരണം സാധ്യത കൂടുതൽ അവർക്കാണ് കാണുന്നത്. എല്ലാവരും അവരെയാ പറയണത്. ഇവിടെ മിക്കവാറും BJPക്കാണ് കൂടുതൽ. ശോഭ സുരേന്ദ്രനാണ്. പക്ഷെ എന്നാലും രമേശ് പിഷാരടിയും കട്ടയ്ക്ക് നിൽക്കും തോന്നുന്നു. BJPക്ക് തന്നെ ആയിരിക്കും. അതെ. എന്തെങ്കിലും വരാനുള്ള കാരണം? അങ്ങനെയല്ല, പൊതുവെ ഞങ്ങളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്ന വാർഡൊക്കെ അങ്ങനെ കൗൺസിലറൊക്കെ BJP ആണ്. അപ്പൊ അങ്ങനെ ഞങ്ങളെ ചുറ്റുപാടുള്ളവരൊക്കെ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്നു. BJP വരുന്നതാണ് എല്ലാവർക്കും ഒരു അതന്നെ വരും.